കേരളത്തിന്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ അതിന് പാലക്കാട് തന്നെ പോകണം. പ്രത്യേകിച്ച് കൊല്ലങ്കോട്. നമ്മുടെ നാടുകളിൽ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പഴമയുടെ ഈ കാഴ്ചകൾ അത് പാലക്കാട് ആവോളമുണ്ട്. പാലക്കാട് പ്രത്യേകിച്ച് കൊല്ലങ്കോട് എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. മലകളും കുന്നുകളും വയലുകളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം വേണ്ടോളുണ്ട്. അതിനിപ്പോൾ കൊല്ലങ്കോട് തന്നെ പോകണമെന്ന് ചോദിച്ചാൽ അതെ, പോകണം. കൊല്ലങ്കോട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ശ്രീനിവാസൻ പറഞ്ഞ പോലെ പാലക്കാടുള്ള ഗ്രാമങ്ങൾ നമുക്ക് പാലക്കാട് മാത്രമല്ലേ കാണാൻ പറ്റൂ. ഹായ്, എന്റെ ബാക്കോട്ട് നോക്കിയേ, എന്താ ഭംഗിയില്ലേ. മലന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നല്ല വെള്ള കളറിൽ വെള്ള കളറിൽ വെള്ളം ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ സ്ലോ മോഷൻ കാണുന്ന പോലെയാണ് വെള്ളം ഇങ്ങനെ ഒഴുകി 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 താഴോട്ട് വരുന്നത് കേട്ടോ. കൊല്ലം കൊടുത്ത വീഡിയോകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടെ എത്തുന്നത് വരെ നോർമൽ കുറെ പാടങ്ങളൊക്കെ ഉള്ള നമ്മളെ നാട്ടുമ്പുറത്തെ അതേമാതിരിയാണെന്ന് വിചാരിച്ച്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ഗൈസ് വേറെ ലെവലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുള്ളത് ഈ ഒരു കൊല്ലങ്കോടിന്റെ വിശേഷങ്ങളും അതിന്റെ കാഴ്ചകളുമാണ് കേട്ടോ. എൻ്റെ പേര് ഫൈസൽ. വെൽക്കം ടു മൈ ചാനൽ ഫൈസൽ ദി വ്ലോഗ്. കൊല്ലങ്കോട് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് വന്നത് താമരപ്പാടത്താണ് കേട്ടോ. കൊല്ലങ്കോട് ടൗണിൽ നിന്നും 6 കിലോമീറ്റർ അകലെയാണ് ഈ പറയുന്ന താമരപ്പാടം. ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ സീതാർകുണ്ട് ഫുട് ഹിൽ വ്യൂ പോയിന്റ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടേക്കുള്ള ലൊക്കേഷൻ കിട്ടും. താമരപ്പാടം അത് വല്ലാത്തൊരു കാഴ്ചയാണ്. നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ, അതിനു താഴെ നല്ല പച്ച പുതച്ചു നിൽക്കുന്ന നെൽപ്പാടം. കൊല്ലങ്കോട് പോയിട്ട് എൻ്റെ ഫേവറേറ്റ് സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും അത് താമരപ്പാടമാണെന്ന്. ഇത് കണ്ടങ്ങള് നല്ല പച്ച കളർ നെല്ല്, അതിനോട് ചാരിയിട്ട് ഇത് ഒരു ഒരു എന്താ പറയാ വയലറ്റ് നിറഞ്ഞ അല്ലെങ്കിൽ ഒരു ഡാർക്ക് കളർ, ഒരു കോഫി ബ്രൗൺ കളറിൽ നെല്ല് കണ്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവരിത് സെറ്റ് ചെയ്തത്. ആ പച്ചപ്പ് അതിനിടയിൽ കൂടി ഒരു ഡാർക്ക് കളറിൽ ഇങ്ങനെ രണ്ട് സൈഡിലും നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവരുള്ളതാണ്. കറക്റ്റ് ഒരു വഴി കൊടുത്തിട്ട് ആ വഴിയുടെ രണ്ട് സൈഡും നല്ല പച്ചപ്പാണ് അപ്പുറത്തും അതിനോട് ചാരിയിട്ട് നല്ല ഡാർക്ക് കോഫി കളറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. കാറ്റാണ് കേട്ടോ, നല്ല കാറ്റാണ്, ഒരു രക്ഷയില്ല. നല്ല കാറ്റുണ്ട്. നിങ്ങൾക്ക് ഇത് എത്രത്തോളം എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നല്ല കാറ്റാണ് കേട്ടോ. ഇത് നോക്കി, ഈ ഒരു കറക്റ്റ് ഒരു വഴി കൊടുത്തിട്ട് ആ വഴിയുടെ രണ്ട് സൈഡും നല്ല ഗ്രേപ്പ് കളറില് നെല്ല്, ഗ്രേപ്പ് അല്ലെങ്കിൽ നമുക്ക് ഡാർക്ക് കോഫി എന്ന് പറയാം. അപ്പുറത്തും പച്ച, കറക്റ്റ് ഒരു വഴിയുടെ രണ്ട് സൈഡിലും കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി കളറിൽ ഈ ഒരു ഫീൽഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല മഴക്കാറും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. നല്ലൊരു മഴ പെയ്ത് തോർന്നു കേട്ടോ. നല്ല കോടമഞ്ഞുണ്ട്, നല്ല കോടുണ്ട് കേട്ടോ. മഴക്കാർ വന്ന സമയത്ത് ഭയങ്കര കോടയാണ്. ഇപ്പോഴും ഇതേ നല്ല കോടുണ്ട്. നല്ലൊരു മഴ പെയ്ത് തോർന്നു കേട്ടോ. സംഭവത്തിൽ നിങ്ങൾ എല്ലാവരും കൊല്ലങ്കോട് വരണം കേട്ടോ. അപ്പൊ ഞാനും ഫസ്റ്റ് വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പാടം, തോട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. കുറച്ചെത്തിനും ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ ഈ പാടം, തോട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കൊല്ലങ്കോട് എന്ന് കേട്ട സമയത്ത് അവിടെ ഇപ്പൊ എന്താ ഉള്ളത്? നമ്മുടെ നാട്ടിൽ ഈ പാടം, തോട്, പുഴകള് ഇതൊക്കെ ഉണ്ട്. അപ്പൊ നോർമലി ഈ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനൊരു സ്ഥലം നല്ല അടിപൊളി കാഴ്ചയായിരിക്കും. അതുകൊണ്ടായിരിക്കും കൊല്ലങ്കോട് ഇത്ര ഫേമസ് ആയതെന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ഇത് കാണാന്നുള്ളത് അത് വേറൊരു രസം തന്നെയാണ് കേട്ടോ. കൊല്ലംകോടിന്റെ കാഴ്ചകൾ അത്രയും മനോഹരമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. വൺസ്, അതായത് ഒരു പ്രാവശ്യങ്ങളും നമ്മൾ ശരിക്കും ഇവിടെ വന്ന് കാണണം.
അത്രയും ഭംഗിയുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ കൊല്ലംകോട് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് വന്ന പ്ലേസ് എന്ന് പറയുന്നത്, അതായത് കൊല്ലംകോട് വന്നിട്ട് ഫസ്റ്റ് വന്ന ഈ താമരപ്പാടത്താണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ ശരിക്കും ഇതിൻ്റെ ഒരു ബ്യൂട്ടി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അത്രയും ഭംഗിയുണ്ട് കൊല്ലംകോട് കേട്ടോ. വൺസ് ഇൻ എ ലൈഫ് ടൈം ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. സൂപ്പർ. നമ്മളേ താമരപ്പാലത്ത് നിന്ന് നേരെ നമ്മളെ സീതാർകുണ്ട് വാട്ടർഫോൾ കാണാൻ വന്നിട്ടോ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ആയതുകൊണ്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് കൊല്ലംകോടിക്ക് ഈ സമയത്ത് വരുന്നവർ ആലോചിക്കുക, മഴയാണ്, മഴ ആയതുകൊണ്ട് സീതാർകുണ്ട് വാട്ടർഫോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് നിലവില്. പക്ഷെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം സംഭവിക്കില്ല. നമുക്കത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചേരം ഞാൻ നടന്ന് കയറി പോന്നു കഴിഞ്ഞാൽ നമുക്ക് സീതാർകുണ്ട് വാട്ടർഫോൾക്ക് പോവാണ്ട് അതിന്റെ താഴ്ഭാഗം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വേറൊരു വഴിയുണ്ട്, ആ വഴി കൂടെ പോന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫോൾ കഴിഞ്ഞിട്ടുള്ള ഏരിയ നമുക്ക് കാണാൻ പറ്റും. വർത്താണ് കേട്ടോ. വെള്ളം നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ വാട്ടർഫോളൊക്കെ മഴക്കാലത്ത് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇവിടുത്തെ വെള്ളത്തിന്റെ ഫോഴ്സ് കണ്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് സർക്കാർ ഇത് ക്ലോസ് ചെയ്യണമെന്നുള്ളത് കേട്ടോ. വനവകുപ്പ് എന്തുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്യണമെന്നുള്ളത് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. അത്രയും ഫോഴ്സ് ഉണ്ട് ഇതിലോട്ട് കേട്ടോ. ഇതിലോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പരിചയമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കി ഗൈസ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടാവില്ല. എന്റെ ബാക്കിൽ നോക്കി വെള്ളം ഒഴുകുന്നത് കണ്ടോ, എന്ത് ഭംഗിയാണെന്നറിയോ. നമുക്ക് അടിപൊളിയായിട്ട് ആ വെള്ളം ഒഴുകുന്നത് കാണാൻ പറ്റുട്ടോ. എത്ര മേലെന്നാണെന്നറിയോ ആ വെള്ളം താഴോട്ട് പതിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാന്, സംഭവം നല്ല സ്പീഡായിരിക്കും. പക്ഷെ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ സ്ലോ മോഷനിൽ വെള്ളം ഒലിച്ചിറങ്ങുന്ന പോലെയാണ് കേട്ടോ. സീതാർകുണ്ട് വാട്ടർഫോൾ കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ പോയത് പെരിങ്ങോട്ടുശ്ശേരി കളം കാണാനാണ്. കൊല്ലംകോട് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയോട് ചേർന്നിട്ടുള്ള ഇടതുവശത്തു കൂടെയുള്ള ഈ റോഡിലൂടെയാണ് നമുക്ക് പെരിങ്ങോട്ടുശ്ശേരി കളത്തിലോട്ട് പോകാൻ കഴിയുക. സീതാർകുണ്ട് ഫൂട്ട് ഹിൽ വ്യൂ പോയിന്റിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രമാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്കുള്ളത്. അവിടുന്ന് കേവലം 1 കിലോമീറ്റർ കഷ്ടിച്ച് യാത്ര ചെയ്താൽ നമുക്ക് പെരിങ്ങോട്ടുശ്ശേരി കളം കാണാൻ കഴിയും. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മളിപ്പോൾ ഇവിടെ നിർത്തിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സീതാർകുണ്ട് വാട്ടർഫോൾ കാണാൻ പോയപ്പോഴും ആ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ ഈ ഒരു മാവ് കൃഷി കാണുന്നുണ്ട്. മാമ്പഴ കൃഷി ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ
എന്താ പറയുക, മാമ്പഴ കൃഷിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. മാമ്പഴം അതേപോലെ പപ്പായ, ഇത് രണ്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഈ മാവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹൈറ്റിലൊക്കെയാണ്. ഇവിടെയൊക്കെ ചെറിയ 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 മരങ്ങളാണ്. ഇതിലൊന്നും കായ്ച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഇന്നലെ സീതാർകുണ്ട് വാട്ടർഫോളിൻ്റെ അവിടെ പോയപ്പം അവിടുത്തതൊക്കെ കാഴ്ച മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും നമ്മളെ പെരുങ്കുട്ടിശ്ശേരി കളത്തേക്ക് പോയി നോക്കാം. പെരിങ്ങോട്ടുശ്ശേരി കളം ഏകദേശം 120 വർഷങ്ങൾക്ക് മുകളിലുണ്ട് ഈ ഒരു കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം. ചുറ്റുമുള്ള കൃഷിയിടങ്ങളിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാനുണ്ടാക്കിയ കെട്ടിടം. കെട്ടിടത്തിന് ചുറ്റുമുള്ള ഈ പാറ തന്നെയാണ് കെട്ടിടത്തിനുള്ളിലെ ഫ്ലോറിങ്ങും. ഹായ്, നമ്മളങ്ങനെ പെരിങ്ങോട്ടുശ്ശേരി കളം എത്തിയിട്ടോ. ഇതാണുള്ളത്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാടത്തുള്ള നെല്ലൊക്കെ കൊയ്ത് ഈ പാറമ്മലിട്ടാണ് അത് മെതിക്കലും അത് സ്റ്റോർ ചെയ്യൽ ഈ കളത്തിലാണ് കേട്ടോ. ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പെരിങ്ങോട്ടുശ്ശേരി കളം ശരിക്കും നിങ്ങൾ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലും നല്ല സ്ഥലം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ വേറെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മൾ താമരപ്പാടുണ്ടല്ലോ, അതൊക്കെ ഇതിലേറെ എത്രയോ ബെറ്ററാണ്. അവിടെ നിങ്ങൾക്ക് ഒന്നും കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നതാവും നല്ലത്. കാരണം അത്ര വൃത്തിയായിട്ട് തോന്നിയില്ല. ഇതിലേറെ ഭംഗിയായിട്ട് നമ്മൾ ഈ നെല്ലിയാമ്പതി മലനിരകളും അതിലുള്ള വാട്ടർഫോളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേറെ അടിപൊളി ഭംഗിയായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ താമരപ്പാടത്തു നിന്ന് കാണാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് സീതാർകുണ്ട് വാട്ടർഫോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആവും. ഇങ്ങോട്ടേക്ക് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെല്ലച്ചേട്ടൻ്റെ ചായക്കട ആ ഏരിയക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ജസ്റ്റ് ഒരു 650-700 മീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് പോകാം എന്നുള്ളേ ഉള്ളൂ. കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഉള്ള വെർത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഇല്ല കേട്ടോ. ഇതിലത് എത്ര ബെറ്റർ നമ്മൾ താമരപ്പാടത്ത് സ്പെൻഡ് ചെയ്യുന്നതാണ്. നമ്മളേ പെരിങ്ങോട്ടുശ്ശേരി കളം കഴിഞ്ഞിട്ട് നമ്മളെ ചെല്ലഞ്ചേട്ടൻ്റെ കടൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് നിന്നാട്ടോ. ഭയങ്കര തിരക്കും ഭയങ്കര ബ്ലോക്കും, ഒരു രക്ഷയില്ല. ഇതിന് മാത്രം വെറുത്താണോ നമ്മളെ ചെല്ലഞ്ചേട്ടൻ്റെ ചായയും പരിപ്പടിയും? അറിയില്ല കേട്ടോ. കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ടും രേഖപ്പെടുത്തിട്ടോ. നമ്മളെ പെരിങ്ങോട്ടുശ്ശേരി കളം കഴിഞ്ഞ് ചെല്ലഞ്ചേട്ടൻ്റെ കടയും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോണത് കുടിലെടുത്തോട്ടാണ് കേട്ടോ. ഇവിടെ വന്നപ്പം ഒരാൾക്ക് 20 രൂപ ടിക്കറ്റ് ഉണ്ട്. മുമ്പുള്ള വീഡിയോസിൽ ഇത് കണ്ടിട്ടുണ്ടായില്ല. ഞാൻ കണ്ട വീഡിയോസിൽ ഇങ്ങനെ ടിക്കറ്റിൻ്റെ കാര്യമില്ല കേട്ടോ. വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പർപ്പസ് പോലെ ഇരിക്കും. ഫോട്ടോസ് എടുക്കാനോ അതിനൊക്കെ കുറേ സെറ്റപ്പ് ഉണ്ട്. അതിൽ വെച്ച് കാണാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം.
ശരിക്കും ഇതാണ് കേട്ടോ കുടിലിടം. എൻ്റെ ബാക്കിൽ കണ്ടോ വയലുകളൊക്കെ നിലവിൽ വെള്ളം കെട്ടി നിർത്തിയിട്ട് ഞാറ് നട്ടിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഒരു വിചാരിച്ചത്ര ഭംഗിയില്ലാത്ത കേട്ടോ. നമ്മൾ എന്താ പറയുക, താമരപ്പാടം പോയ സമയത്ത് അവിടെയൊക്കെ നെല്ല് ഏകദേശം വളർന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല പച്ചപ്പുണ്ട്, നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് താമരപ്പാടം ആയി പോയതായിരിക്കാം ഒരു പക്ഷേ. ഇവിടെ നെല്ല് വളർന്നു വരുന്നേ ഉള്ളൂ. നമ്മളേ മറ്റേ കുടിലിടത്തു നിന്ന് വെള്ളരിമേട് വാട്ടർഫോൾസ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങോട്ടുള്ള റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര റൂട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നല്ല എന്താ പറയുക, സീനിക് ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലത്ത് കൂടി നമുക്ക് പോരാനുള്ളത് കേട്ടോ. അടിപൊളി. ഞാനൊരു കാഴ്ച കാണിച്ചതേ. നമ്മളെ പാലക്കാട് യാത്രയിലുള്ള അവിടുത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിട്ടോ. കൊല്ലംകോട് യാത്രയിലുള്ള വെള്ളരിമേട് വാട്ടർഫോൾ. ഇവിടെയൊക്കെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നിലവിൽ മഴക്കാലം ആയതുകൊണ്ട് ഇതിനൊക്കെ ശരിക്കുള്ള മുകൾ ഭാഗം, അതായത് വെള്ളം ഫാൾ ചെയ്യണ വാട്ടർഫോൾ എന്ന് വിളിക്കണ വെള്ളം വന്ന് വീഴുന്ന ആ സ്ഥലമൊക്കെ നിലവിൽ ക്ലോസ്ഡാണ് കേട്ടോ. സീതാർകുണ്ട് വെള്ളച്ചാട്ടം നമ്മൾ പോയി, അതിൻ്റെ ടോപ്പ് ഭാഗം ക്ലോസ് ആണ്. വെള്ളരിമേട് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ടോപ്പ് ഭാഗം ക്ലോസ് ആണ്. നമുക്ക് അടിഭാഗം പോവാം, കാണാം, നമുക്കവിടെ പോയിട്ട് കുളിക്കാം. ഇതിനൊക്കെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെയൊക്കെ വരും, വന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ വിളിച്ചു വരുത്താണ് കേട്ടോ. അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ഇപ്പം ഇവിടെ 2 ആഴ്ച മുമ്പ് 2 ആൾക്കാർ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് താഴോട്ട് സ്ലിപ്പായിട്ട് വീണു എന്നുള്ളതാണ് പറയണത്. 2 ആൾ മരിച്ചു. ഇപ്പോൾ സീതാർകുണ്ട് വാട്ടർഫോൾ അന്വേഷിച്ചപ്പം അവിടെ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ ഒരു മഴക്കാലം, ഈ ഒരു മഴ സീസൺ കഴിഞ്ഞ വരെ നിലവിൽ ഇതൊന്നും ഓപ്പൺ ആവില്ല. ഇപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഏരിയ ബാക്കിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങോട്ട് വരുന്നവരൊക്കെ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക. ബി സേഫ് ഗൈസ്. അടിപൊളിയായിട്ട് യാത്ര ചെയ്യുക, എൻജോയ് ചെയ്യുക. സംഭവേ ഒരു കാടിൻ്റെ കൂടെ മേലക്കാനെ കയറി പോകണം കേട്ടോ. കയറി പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു വെള്ളം ചാടുന്ന ഏരിയക്ക് എത്തിപ്പെടാമെന്ന് പറ്റും തോന്നുന്നു. പക്ഷേ ഈ വഴി കൂടെ കുറച്ച് പോയി നോക്കി, പക്ഷേ അവിടെ ആരും കാണുന്നില്ല. അടിയിലൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പ് വഴികളുണ്ട്. അതൊക്കെ ഈ താഴ്ഭാഗത്ത് കട്ട വരുന്നത്. അപ്പം നമ്മൾ റിസ്ക് എടുക്കണില്ല, മുകൾക്ക് പോകണില്ല കേട്ടോ. നമുക്ക് താഴത്തെ ആ വാട്ടർഫോൾ കണ്ടിട്ട് ജസ്റ്റ് അതിലൊന്ന് മുങ്ങിയിട്ട് നമുക്ക് തിരിച്ച് പോവാം. ഇതേ ഈ വാട്ടർഫോൾ കണ്ടോ, ഇതാണ് കേട്ടോ വെള്ളരിമേട് വാട്ടർഫോള്. എന്ത് ഭംഗിയായിട്ടാണ് വെള്ളം ഒലിച്ചിറങ്ങുന്നത് കണ്ടോ.
ഇവിടുത്തെ ആളുകൾ പറയണത് ഒരു 1.5 കിലോമീറ്ററോളം ഈ ഒരു കാടിനുള്ളിൽ കൂടെ ട്രക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്തോട്ട് എത്താമായിരുന്നു കേട്ടോ. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാലേ ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നേ ഈ വാട്ടർഫോൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് കാണിച്ചെന്നേ എൻ്റെ ബാക്കിൽ കാണുന്നേ ഒരു 1.5 കിലോമീറ്ററോളം മുകൾക്ക് വേണ്ടി ട്രക്ക് ചെയ്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ടോപ്പിലെത്താന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് കേട്ടോ. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ 10 ദിവസം മുമ്പും കൂടെ ഇവിടെ ഒരാൾ അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണിട്ട് ആള് മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. സംഭവം എന്താ വെച്ചാൽ വഴിക്ക് വീണതാണ്. റിസ്ക് എടുത്ത് ആളുകൾ ഈ എന്താ പറയുക പള്ളടിച്ചിട്ടും അല്ലാണ്ടൊക്കെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് വീഴുന്നതാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞത്. എന്താല്ലേ നിലവിലിപ്പം അതുകൊണ്ട് ഈ ഒരു മഴക്കാലം കഴിഞ്ഞ വരെ വെള്ളരിമേട് വാട്ടർഫോള് ക്ലോസ് ആണ്. അപ്പം നമ്മൾ ഈ ഒരു കൊല്ലംകോട് സീരീസിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുതലമട റെയിൽവേ സ്റ്റേഷനിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യാണ്. അതിൻ്റെ ഒരു കാഴ്ച ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്താം കേട്ടോ. എന്തായാലും നമ്മൾ കൊല്ലംകോട് സീരീസ് അടിപൊളിയായിരുന്നു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര സൂപ്പർവായിരുന്നു കേട്ടോ. നമ്മളെന്തായാലും തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.